ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗോകുൽ സച്ചിയോട് സംസാരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ സച്ചി ഇപ്പോൾ ഒരു കത്തിയൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഗോകുലിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം അവന്തികയെ കാണിക്കുന്നുണ്ട്. അവന്തികയും മൂർത്തിയും സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അർച്ചന എന്ത് പറഞ്ഞാലും ഗോകുൽ അനുസരിക്കും എന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി ചോദിക്കുന്നുണ്ട്, ഗോകുൽ സാർ, നമ്മൾക്ക് അനുകൂലമായി റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ അർച്ചന പറയണം. അങ്ങനെയാണോ ഇപ്പോൾ മാഡം വിശ്വസിക്കുന്നത് എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ, ഗോകുലിനോട് സംസാരിക്കാമെന്നാണ് അർച്ചന ഏറ്റിട്ടുള്ളത്. അർച്ചന പറഞ്ഞാൽ ഗോകുൽ കേൾക്കാതിരിക്കില്ല. ഒരിക്കൽ ഞാൻ ഗോകുലിനോട് പോയി നേരിട്ട് സംസാരിച്ച് പരാജയപ്പെട്ടതാണ്. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോഴത്തെ ഗോകുലിൻ്റെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് അറിയുമോ മൂർത്തി? അർച്ചനയ്ക്ക് ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടി. അർച്ചന സച്ചിയുടെ അരികിലേക്ക് പോകുന്ന ആ നിമിഷത്തെയാണ് ഗോകുൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ഇപ്പോൾ അയാൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ആ പേടിയോടെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അയാളുടെ ഭാര്യയുടെ സ്ഥാനത്തായിരുന്നു അവൾ. ഈ ഒരു അവസ്ഥയിൽ അർച്ചന അയാളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ എന്തായാലും അയാളത് നിഷേധിക്കില്ല. ഭാര്യയോട് സ്നേഹമുള്ള ഏതൊരു ഭർത്താവും ചെയ്യുമെന്ന് അവന്തിക പറയുമ്പോൾ, ഒന്നിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യാത്ത ആളല്ലേ ഗോകുൽ സാർ എന്നല്ലേ മേഡം പറഞ്ഞിട്ടുള്ളത് എന്ന് മൂർത്തി ചോദിക്കുന്നുണ്ട്. അത് ഞാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അർച്ചന പറഞ്ഞാൽ അത് ഈ കാര്യത്തിൽ ഗോകുൽ കേൾക്കും. സ്വന്തം കുടുംബത്തിൻ്റെ നാശത്തിന് വേണ്ടി അവൾ തന്നെ മുന്നിട്ടിറങ്ങും. ഇല്ലെങ്കിൽ ഞാനതിന് മുന്നിട്ടിറങ്ങും. ഇതിപ്പോൾ അർച്ചനയ്ക്ക് സ്വന്തം വീടിനെതിരെയാണ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. അവൾ ചെന്ന് ഗോകുലിനോട് ഞാൻ ആവശ്യപ്പെട്ടത് കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യും. അർച്ചനയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ഗോകുലും അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കാൻ ഗോകുലിന് കഴിയില്ല. അർച്ചനയിലൂടെ നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയിരിക്കും എന്നും അവന്തിക ഇപ്പോൾ പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുലിനെ ഇപ്പോൾ കസാരയിൽ കൈ പുറകിലേക്ക് വെച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. കൂടെ സച്ചിയും നിൽക്കുന്നു. ഇതൊക്കെ കണ്ട് ഇപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഇതിലും ഭേദം നിങ്ങൾ ആ കത്തി കൊണ്ട് എൻ്റെ നെഞ്ചിൽ കുത്തി ഇറക്കുന്നതാണ് എന്ന് ഗോകുൽ പറയുമ്പോൾ, കുത്തിക്കൊല്ലണോ വെട്ടിക്കൊല്ലണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം സാറേ എന്ന് സച്ചി പറയുമ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താണ് വേണ്ടത്? താൻ ഇതിന് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ കാര്യമെന്ന് വെച്ചാൽ പറയേ. ഉടനെ സച്ചി പറയുന്നുണ്ട്, ചോദിക്കാം സാറേ, ഒന്ന് അടങ്ങ്. ഈ സമയത്ത് ആരതി ഇപ്പോൾ അവിടേക്ക് ഓടി കിതച്ചെത്തിയിട്ടുണ്ട്. ഇത് കണ്ട് ദേഷ്യത്തോടെ ഗോകുൽ ഇപ്പോൾ ആരതിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഭ്രാന്തൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ താൻ കൂട്ടുനിൽക്കുകയാണോ? തൻ്റെയും കൂടെ അറിവോട് കൂടിയാണോ എന്നെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഈ തെമ്മാടി തരത്തിന് കൂട്ടുനിൽക്കാനാണോ താൻ എന്നെ വിളിച്ചത്? ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ. ഇത് കേട്ട് ആരതി പറയുകയാണ്, സോറി സാർ, സച്ചിയോട് സംസാരിക്കണമെന്ന് പലതവണ ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ. സച്ചി പ്ലീസ്, സാറിനെ ഒന്ന് അഴിച്ചുവിട്, നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് ആരതി ഇപ്പോൾ സച്ചിയോടും പറയുന്നുണ്ട്. വക്കീലെ, ഇയാളോട് ഒരു ദാക്ഷിണ്യവും ഞാൻ ഇനി കാണിക്കില്ല. 10 കൊല്ലം എൻ്റെ ജീവൻ പറിച്ചെടുത്ത് എന്നെ ഈ നിലയിലാക്കിയത് ഇയാളാണ്. വക്കീലിന് സത്യങ്ങളെല്ലാം അറിയാമല്ലോ. ആ സത്യമെല്ലാം ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ പറയണം എന്ന് സച്ചി പറയുമ്പോൾ, തനിക്ക് മുഴുത്ത ഭ്രാന്താണ് എന്ന് ഗോകുൽ പറയുന്നുണ്ട്. സാർ, ഇതിനെ തെമ്മാടിത്തരമെന്നോ ഭ്രാന്തെന്നോ സാർ വിളിക്കരുത്. 10 വർഷം സാർ എന്നെ വഞ്ചിച്ചു, അതിനുള്ള തിരിച്ചടിയാണ് ഇതൊക്കെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഗോകുൽ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് ഗോകുൽ പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് ഭവിഷ്യത്താണ് സാറേ? അവസാന നിമിഷം പറയാനുള്ളതെല്ലാം ഒരു കൊലയാളിയുടെ വാക്ക് കോടതി പോലും ഒന്ന് കേൾക്കും. ആ അവസരം പോലും സാർ എനിക്ക് തന്നില്ലല്ലോ. പക്ഷേ സത്യം എന്താണെന്നുള്ളത് തൻ്റെ മുന്നിൽ തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങളൊരു വഞ്ചകനാണ് വക്കീലെ എന്ന് സച്ചി ഇപ്പോൾ ഗോകുലിനോട് പറയുന്നുണ്ട്. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഈ കെട്ടഴിച്ചു വിട്, ഇല്ലെങ്കിൽ ഈ കളി തീക്കളിയാകും എന്ന് ഗോകുൽ ഇപ്പോൾ അവരോട് പറയുന്നു. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, എന്ത് കളിക്കാൻ തയ്യാറായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. 10 വർഷമായി എൻ്റെ ജീവിതം നരക തുല്യമാണ്. അതിന് ഞാൻ നിങ്ങളെ കൊല്ലാനൊന്നും പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെട്ടഴിക്കും. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ എന്നും സച്ചി പറയുന്നു. എന്നിട്ട് ആ കത്തി താഴേക്കിടുന്നുണ്ട് സച്ചി. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് എൻ്റെ ജീവിതമാണ്. നിങ്ങൾ തകർത്തെറിഞ്ഞ എൻ്റെ ജീവിതം. സത്യം മുന്നിൽ വന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. ഇനിയുള്ളത് കണ്ട് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഒരു ലാപ്ടോപ്പ് എടുത്ത് അതിലിപ്പോൾ സച്ചിയുടെ വിവാഹ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഗോകുലിന്. വളരെ ആഘോഷത്തോടെ നടന്ന ഒരു വിവാഹമായിരുന്നു സച്ചിയുടെയും അർച്ചനയുടേതും. അങ്ങനെ നടന്ന ചടങ്ങുകളെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുലിന്. അതിൽ ഇപ്പോൾ അർച്ചനയെ കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ഗോകുൽ. സച്ചി അർച്ചനയുടെ കഴുത്തിൽ താലി കെട്ടുന്നതും അങ്ങനെയെല്ലാം തന്നെ ഇപ്പോൾ ഗോകുൽ കാണുന്നു. ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടി നിൽക്കുകയാണ് ഗോകുൽ. ഇപ്പോൾ സാറിന് വിശ്വാസമായോ? അർച്ചന എൻ്റെ ഭാര്യയാണ്, ഞാൻ കെട്ടിയ എൻ്റെ പെണ്ണ്. ഇപ്പോൾ പറ സാറേ, ഞാൻ ഭ്രാന്തനാണോ? സമൃദ്ധി എന്ന് നിങ്ങൾ വിളിക്കുന്നത് എൻ്റെ അർച്ചനയല്ലേ?
ചതിച്ചതും വഞ്ചിച്ചതും ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ഇനി ഞാൻ സാറിനോട് പറയണോ? നിങ്ങളൊരാളാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചി ഗൂഗിളിനോട് പറയുന്നു. സച്ചിക്കാണെങ്കിൽ സങ്കടവും ദേഷ്യവും സഹിക്കാനേ സാധിക്കുന്നില്ല. അതിന് നിങ്ങൾക്ക് മാപ്പില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഒരു മറുപടിയും ഇല്ലാതെ നിൽക്കുകയാണ് ഗൂഗിൾ. ഒന്നും സംസാരിക്കാൻ കഴിയാതെ കരയുകയാണ് ഇപ്പോൾ ഗൂഗിൾ. സച്ചി ഇതെങ്ങനെയാണ് എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട് ഗൂഗിളിന്. ഇതിലും വലിയ എന്ത് തെളിവാണ് സാറിന് വേണ്ടത് എന്നിപ്പോൾ ആരതിയും ചോദിക്കുന്നുണ്ട് ഗൂഗിളിനോട്. അങ്ങനെ ഇപ്പോൾ അർച്ചന തൻ്റെ ഭാര്യയാണെന്നുള്ള ആ സത്യം ഗൂഗിളിനെ അറിയിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഗൂഗിളിൻ്റെ കൈയുടെ കെട്ടൊക്കെ അഴിച്ചു വിടുന്നുണ്ട് സച്ചി. ഇനി പറ സാറേ, എങ്ങനെയാണ് എൻ്റെ ഭാര്യ സാറിൻ്റെ സമൃദ്ധിയായത്? എങ്ങനെയാണ് അർച്ചന സാറിൻ്റെ ഭാര്യയായത്? അവളെങ്ങനെ എന്നെ മറന്നത്? അവൾക്ക് എങ്ങനെയാണ് ഓർമ്മ നഷ്ടപ്പെട്ടത്? എല്ലാം എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സച്ചി. ഇതെല്ലാം തന്നെ സച്ചി എന്നെ നേരത്തെ കാണിച്ചിരുന്നു. അർച്ചനയാണ് സച്ചിയുടെ ഭാര്യയെന്ന് നേരത്തെ തന്നെ എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. വേണമെങ്കിൽ നിയമപരമായി ആളും ബഹളവുമായിട്ട് സച്ചിക്ക് സാറിൻ്റെ വീട്ടിൽ വന്ന് അർച്ചനയെ പിടിച്ചുകൊണ്ട് പോകാമായിരുന്നു. ഒരു ദിവസം സച്ചി ആ വീടിന് മുന്നിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതാണ്. പക്ഷേ സാറിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ്, കുടുംബം, അഭിമാനം ഇതൊക്കെ സച്ചി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ കുറച്ചുകൂടി കാത്തിരിക്കാൻ സച്ചി തയ്യാറായി. ഇതെല്ലാം ഒന്ന് പറഞ്ഞ് സാറിനോട് പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സച്ചി സാറുമായിട്ടുള്ള കൂടിക്കാഴ്ച വേണമെന്ന് പറഞ്ഞത് എന്നൊക്കെ ഇപ്പോൾ ആരതി ഗൂഗിളിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഇപ്പോൾ ഗൂഗിൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. 10 വർഷമായി കാണാതിരിക്കുന്ന ഭാര്യയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. എന്നോട് ക്ഷമിക്കണം സച്ചി, ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ, എങ്ങനെയാണ് അർച്ചന നിങ്ങളുടെ ഭാര്യയായത് എന്ന് സച്ചി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് തെറ്റി. 10 വർഷങ്ങളായിട്ട് അവളാണ് എൻ്റെ നട്ടെല്ല്, എൻ്റെ കുടുംബത്തിൻ്റെ വിളക്ക്. അവളുടെ സന്തോഷമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലുത്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവൾ എൻ്റെ ഭാര്യയല്ല. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു നിമിഷം പോലും അർച്ചന എൻ്റെ ഭാര്യയായി ജീവിച്ചിട്ടില്ല. സച്ചിക്ക് അർച്ചനയെ എവിടെ വെച്ച് നഷ്ടപ്പെട്ടോ അതേ പരിശുദ്ധിയോടെ തന്നെയാണ് ഇപ്പോഴും അർച്ചന ജീവിക്കുന്നത്. ഇനി സച്ചി ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറയാം. എൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര് സമൃദ്ധ എന്നല്ല. കല്യാണത്തിന് ശേഷമാണ് അവൾക്ക് അങ്ങനെ ഒരു പേരിട്ടത്. അതിനു മുൻപേ അവൾ ഒരു ഓർഫനേജിലായിരുന്നു വളർന്നത്. അന്ന് അവളുടെ പേര് ഇസബല്ല എന്നായിരുന്നു. അവളിത് ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി എന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗൂഗിൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇസബല്ലയെക്കുറിച്ച്. ജന്മന ഹാർട്ടിന് പ്രോബ്ലമുള്ളൊരു കുട്ടിയായിരുന്നു ഇസബല്ല. അവളെ ഞാൻ പ്രേമിച്ചു, കല്യാണം കഴിച്ചു. അവളുടെ ഹാർട്ടിന് സർജറിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അതിനു മുൻപേ ഭഗവാനെ ഒന്ന് തൊഴാൻ ഗുരുവായൂരിലേക്ക് ഒരു യാത്ര പോയിരുന്നു. അത് ഞങ്ങളുടെ അവസാന യാത്രയായിരുന്നു. അതേ യാത്രയിൽ തന്നെയാണ് സച്ചിയുടെ അർച്ചന എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്നത്. അങ്ങനെ അന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചതും അർച്ചനയെ കൊണ്ടുപോയതും അങ്ങനെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ സച്ചിയോട് പറയുകയാണ് ഗൂഗിൾ. അങ്ങനെ ഇസബല്ലയുടെ നിർബന്ധപ്രകാരമാണ് അർച്ചനയെ ഞാൻ എൻ്റെ കാറിലേക്ക് കയറ്റിയതും ജീവൻ രക്ഷിച്ചതും. ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ ഇസബല്ല മരിച്ചു. അർച്ചനയ്ക്കാണെങ്കിൽ ബോധം തെളിഞ്ഞപ്പോൾ ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അതെൻ്റെ സമൃദ്ധിയാണെന്ന് തോന്നി. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ദൈവം തിരിച്ചു തന്നതാണെന്ന് തോന്നി. ഒരു പേരും അറിയാത്ത അവളെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. താൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഓർമ്മയില്ലാത്ത അവളെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവളെ തെരുവിലേക്ക് ഒറ്റയ്ക്ക് ഇറക്കി വിട്ടാൽ കടിച്ചു കീറുന്ന ചെന്നായിക്കൂട്ടത്തിൽ പെട്ടുപോയേനെ. ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ അവളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇസബല്ലയുടെ പേരും ജീവിതവും ഞാൻ അവൾക്ക് കൊടുത്തു. ആരോരുമില്ലാത്തവളെ ഞങ്ങൾ നോക്കി. അതുവരെ അവൾ സമൃദ്ധയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ ഗൂഗിൾ പറഞ്ഞത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ഇനി ഒന്നും പറയണ്ട. പക്ഷേ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി, അവൾക്കൊന്നും ഓർമ്മയില്ല. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ പത്രത്തിലൊരു പരസ്യം കൊടുത്തുവിടായിരുന്നോ? അത് കണ്ടെങ്കിലും ഞാൻ എൻ്റെ അർച്ചനയെ കണ്ടെത്തുമായിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല? നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ബലി കൊടുത്ത ജീവിതമായിട്ടുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് എന്നോട് പറയാനുള്ളത് എന്ന് സച്ചി വളരെ ദേഷ്യത്തോടെ ഗൂഗിളിനോട് ചോദിക്കുന്നു. ഒന്നും തന്നെ പറയാനാകാതെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഗൂഗിൾ. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.